GK ആളൊരു ഭയങ്കരനാണല്ലോ. ഇന്ത്യയിൽ ഒന്നാം കിട ജേർണലിസ്റ്റുകൾ മുഴുവൻ ഇവിടെ ഉണ്ട്. അതിരിക്കട്ടെ, വിശ്വനാഥനെ കണ്ടതില്ല. അത് കയ്യിലിരിക്കട്ടെ, അതെന്റെ പത്രത്തിന്റെ ഒരു ട്രേഡ് സീക്രട്ടാണ്. ആ മരിയ, മരിയ അറിയില്ലേ? നമ്മുടെ മരിയ. വന്ന തിരക്കിനിടയിൽ അവിടെയും കണ്ടില്ല. ഞാൻ കണ്ടു. കമാ. ബ്യൂട്ടിഫുൾ സെറ്റപ്പ്. ഞങ്ങളുടെ ഓഫ്സെറ്റ് പ്രസ് ആണ്. എല്ലാം ലേറ്റസ്റ്റ് മെഷീൻ ആണല്ലേ? പുതിയ സ്വിറ്റ്സർലൻഡിന്റെ വെബ് വിഭാഗ് ഓഫ്സെറ്റ് ആണ്. മണിക്കൂറിൽ 60,000 കോപ്പി. ഇന്ത്യ മുഴുവൻ എഡിഷൻ തുടങ്ങുന്നത് ഒരു പഴയ തിയറിയാണ്. എനിക്ക് ഒറ്റ എഡിഷനേ ഉള്ളൂ. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എല്ലാം ഓപ്പറേറ്റ് ചെയ്യും. മിസ്റ്റർ നായർ, എന്താ ഇത്? ഒരു പ്ലസന്റ് സർപ്രൈസ്, കൂടെ ഒരു റിക്വസ്റ്റും. ഞങ്ങളുടെ ഈ പുതിയ പ്രസ് ശങ്കറും പണിക്കരിയേട്ടനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യണം. GKയുടെ പേപ്പറും GKയും ഒരുപോലെയാ, എപ്പോഴും അൺഎക്സ്പെക്ടഡ്. അവിടെ സ്വിച്ച്. ആ കാണുന്നതാണ് സ്വിച്ച്. ഇന്ന് പത്രം അടിക്കുന്നുണ്ടോ? നോ, ഇത് വെറും ഔപചാരികമായ ഉദ്ഘാടനം. അത് ശരി. ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ അയക്കാവുന്ന ഒരു കേന്ദ്രമന്ത്രിയും ഡെമോക്രാറ്റിക് കക്ഷിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സ്വിസ് പ്രസിന്റെ ആദ്യ പ്രിന്റിംഗ് നിങ്ങളുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്ന ഒരു ന്യൂസ് കിട്ടുമ്പോഴായിരിക്കും. അതിന് എന്നാണ്? അതിനി അധികം താമസമില്ല. ഇനി നമ്മൾ ആ കാര്യങ്ങളൊന്നും പേടിക്കണ്ട. GK അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. എല്ലാം വഴിപോലെ നടക്കും. ഞാൻ പോട്ടെ. അവരെന്ത് ഓർക്കും? ഇനി ഏറിയാൽ 1/2 മണിക്കൂറൂടെ. സുരേഷ്, ബോറടിക്കുന്നുണ്ടല്ലേ? ഇല്ല ചേച്ചി, ഒന്നിങ്ങി വന്നേ. ഇപ്പൊ വരാം. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ GKയോട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ. ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ്. GK, എന്തായത് പണിക്കരിയേട്ടാ? ആരെങ്കിലും കാണും? ഇവിടെ ഇപ്പൊ ആരുമില്ല, നമ്മൾ മാത്രം. ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പണിക്കരിയേട്ടാ പറയേ. GK ഇനിയും വളരണം. ഞങ്ങൾ സഹായിക്കും. നോ, നമുക്ക് വളരണമെന്ന് പറയൂ. ഞാൻ നിങ്ങളെയും സഹായിക്കും. GKയോട് മാത്രമായിട്ടൊരു രഹസ്യം. പറയണു. പണിക്കരിയേട്ടൻ പരമരഹസ്യമായിട്ട് ഇവിടുന്ന് അങ്ങ് മുങ്ങും നൈനിറ്റോളിലേക്ക്. ഇലക്ഷൻ അല്ലേ വരുന്നത്, സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കാനാ. ഇവിടെ ഇന്ന് ഒന്നും നടക്കില്ല. ലിസ്റ്റ് തയ്യാറായാൽ ആദ്യം തരുന്നത് എനിക്കായിരിക്കും. കേട്ടോ GK, ഇലക്ഷനിൽ നമ്മളെ ജയിക്കൂ. ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെയാ പറയുന്നത്. ശരി? ഡൗട്ട്? നോ, ഡെഫിനറ്റ്. ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ GK. ഇവിടെ പലരും ആവും. ഈ ചക്കരങ്ങളിലെ ഇവൻ റെഡ് ഫോർട്ടിൽ പ്രസംഗിക്കും. പിന്നെ അന്ന് നമ്മൾ ഒന്നായിരിക്കണം. പിന്നെ ഷുവർ. തൊട്ടേനും പിടിച്ചതിനൊക്കെ ചേട്ടനെ സംശയിക്കാന്ന് പറഞ്ഞ? അപ്പൊ ഞാനൊരു ഫൂൾ അല്ലേ? എന്നല്ല, ജേർണലിസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എനിക്കെന്തറിയാം? ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, 2 വർഷം UNL സർവീസ്.
തീർന്നല്ലോ ജേർണലിസം. തീർന്നെന്ന് ധരിക്കുന്നതാ കുഴപ്പം. നമുക്കൊന്നും അറിഞ്ഞൂടാ സുരേഷ്. റൂറൽ വേണ്ട, അവനവന്റെ കാര്യം പറഞ്ഞാൽ മതി. അവിടെ നടക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സിക്സ് സെൻസ് ഒന്നും വേണ്ട, കോമൺ സെൻസ് മതി. GK-യുടെ വെൽത്തുമ്പിലും നാവിലും നോട്ടത്തിൽ പോലും മരണമാണ് കത്തിക്കളിക്കുന്നത്. ശത്രുക്കൾ ഓരോരുത്തരെയും മരിക്കുന്നു. ഓരോ മരണത്തിനും സർക്കുലേഷൻ ഓരോ ലക്ഷം വീതം എക്സ്ട്രാ. ആദ്യം അഗർവാൾ, നീ കണ്ടോ, പണിക്കർ 9 ടൗണിൽ തിരിച്ചു വരാൻ പോകുന്നില്ല. ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഞാൻ 9 ടൗണിലേക്ക് പോകുന്നു, രഹസ്യമായി. ന്യൂഡൽഹി ഡയറി ആകെ പിശാചി ബാധിച്ചിരിക്കുകയാണ്. ആ പിശാചിനെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞേക്കും. നീ എന്റേതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. നീ എന്നെ ചതിക്കില്ലെന്നറിയാം. ജെയിംസേ സാർ, ഞാനിവിടെ ഒന്ന് ടോക്ക് ആവണ്ട. ലോക്കൽ ആളുകൾ പോലും അറിയില്ല സാർ. ശങ്കര, താൻ ഈ കാര്യത്തിന് പറ്റൂ, അവരോടുടനെ വരാൻ പറ. ശരി സാർ. ചലോ ബൈ. एक दिन के लिए कितना किराया चाहिए? 50 रुपया सर.
സാർ വെള്ളം അവിടെ വച്ചേക്കൂ. ഞാൻ ഇനി പോയി കിടന്നോട്ടെ സാർ. രാംസിംഗ് ഇവിടെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. എന്താ സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? രാവിലെ 5 മണിക്ക് ബെഡ് കോഫിയെ വിളിക്കാൻ പറയൂ. ശരി സാർ. कौन है? अरे भाई बोलो कौन है? बोलो कौन है? നമസ്കാരം സാർ. നിങ്ങളാരാ? ഞങ്ങൾ ജി കെ സാറിന്റെ അടുത്തുനിന്ന് വരികയാണ്. ന്യൂഡൽഹി ഡയറി. ഓ, എന്നാൽ ഈ അസമയത്ത് വണ്ടി തെറ്റിപ്പോയതാണ് സാർ. എന്താ കാര്യം? അനൂപ് ജലോട്ടയുടെ ഗസൽ സിസ്റ്റമാണെന്ന് പറഞ്ഞിരുന്നില്ലേ? ജി കെ സാർ തന്നയച്ചതാ. അവിടെ വച്ചേക്കൂ. നമസ്കാരം പണിക്കരേട്ടാ. ഞാൻ എല്ലാം മറന്നു എന്ന് നീ കരുതി അല്ലടാ തെണ്ടി കഴിവറട മോനെ. അങ്ങനെ അങ്ങ് എഴുന്നേറ്റല്ലോ പണിക്കർ സാറേ. ബാക്കി കൂടി കേൾക്കണ്ടേ? അന്ന് നിന്റെ കാലമായിരുന്നു. ഞാൻ വെറും തെണ്ടി. ചെയ്യാത്ത കുറ്റത്തിന് കൈയും കാലും ഒടിച്ച് ആദ്യം ഭ്രാന്താശുപത്രിയിൽ, പിന്നെ ജയിലില്. എല്ലാം ഞാൻ മറക്കണം അല്ലടാ. ഭ്രാന്തുള്ളവനാണ് ഷോക്ക് ട്രീറ്റ്മെന്റ്. അതില്ലാത്തവൻ അത് അനുഭവിക്കുമ്പോഴുള്ള വേദന നീ അറിഞ്ഞിട്ടില്ല. നിന്നെ ഞാൻ അത് അറിയിക്കും. എന്റെ പത്രത്തിലെ ന്യൂഡൽഹി ഡയറിയിലെ നാളത്തെ ഹെഡ്ലൈൻ നീയാണ്. പണിക്കർ കൊല്ലപ്പെട്ടു.